ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വൈറലായിട്ടൊരു പ്രൊഡക്റ്റിന് റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഒരു സൺസ്ക്രീൻ, അക്വാലോജിക്കയുടെ സൺസ്ക്രീൻ്റെ റിവ്യൂ പറയാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോഴും ഒത്തിരി പേര് അതിനെക്കുറിച്ച് അന്വേഷിക്കുകയും മേടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ എൻ്റെ പേഴ്സണലായിട്ടുള്ളൊരു ഒപ്പീനിയൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യുമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാണ് നമ്മുടെ സൺസ്ക്രീൻ എന്ന് പറയുന്നത്. ഇതാണ് അക്വാലോജിക്കയുടെ റേഡിയൻസ് പ്ലസ് ഡ്യൂയി സൺസ്ക്രീൻ. വാട്ടർമെലൻ പ്ലസ് നിയാസിനമൈഡ് ഉണ്ട്, ഇലുമിനേറ്റിയും ഹൈഡ്രേറ്റിയും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. SPF 50+ ആണ്, PA++, UVA UVB ഉണ്ട്. പിന്നെ 50 ഗ്രാം പ്രൊഡക്റ്റ് ആണ്. പിന്നെ യൂണിക് വാട്ടർ ലോക്ക് ടെക്നോളജി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ബാക്കിൽ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. ഏത് സ്കിൻ ടൈപ്പിനാണെന്ന് കൊടുത്തിട്ടില്ല. പിന്നെ നല്ലൊരു നോസിലായിരുന്നു, നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ നമുക്ക് ക്യാരി ചെയ്യാൻ പറ്റുന്ന സ്ലിം ആയിട്ടുള്ളൊരു പാക്കേജിംഗ് ആണ് കേട്ടോ. ഒട്ടും തന്നെ ഓപ്പൺ ആയിട്ട് പുറത്ത് പോകുക അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇതുവരെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഒരു വീഗൻ പ്രൊഡക്റ്റ് ആണെന്ന് താഴെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ബ്ലൂ റൈസ് പ്രൊട്ടക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് തന്നെ ഞാൻ ഈ സൺസ്ക്രീനിന്റെ പ്രൈസിനെ കുറിച്ച് പറയാം. ഇതിന്റെ ഇപ്പം നിങ്ങൾ കണ്ട ആ ബോട്ടിലില്ലേ, അതൊരു 50 ഗ്രാം പ്രൊഡക്റ്റ് ആണ്. അതിന് വരുന്ന പ്രൈസ് എന്ന് പറയുന്നത് 399 റുപ്പീസ് ആണ്. ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ചാണ് കേട്ടോ. അപ്പോൾ ഞാൻ മേടിക്കുന്ന സമയത്ത് ഇതിന് വലിയ ഓഫറൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഞാൻ 399 തന്നെയാണ് മേടിച്ചത്. ഞാൻ ഒരു 2-3 മാസം മുന്നെയാണ് മേടിച്ചത്. അപ്പോൾ ഇത് ഭയങ്കര ഹൈപ്പിൽ ഇങ്ങനെ നിൽക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ അതിനൊരു ഓഫറും കിട്ടാതെയാണ് ഞാൻ മേടിച്ചത്. പക്ഷേ എനിക്കത് വലിയ പ്രശ്നമായിട്ടൊന്നും തോന്നിയില്ല. കാരണം നല്ലൊരു സൺസ്ക്രീനിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ഒരു 300 റേഞ്ചിലാണ്. ഒരു 250ക്ക് മേലെ നല്ലൊരു സൺസ്ക്രീൻ കിട്ടത്തുള്ളൂ. മെയിൻ കാര്യം അതാണ്. പിന്നെ 50+, 60, PA++ ഒക്കെ ഇങ്ങനെ നോക്കി വരുമ്പോഴത്തേക്കും അതിൻ്റെ പ്രൈസ് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ ഒരു 350, 390 എന്നൊക്കെ പറയുമ്പോൾ എനിക്കൊരു അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് ആയിട്ടാണ് തോന്നിയിട്ടുള്ളത് മെയിൻലി. അപ്പോൾ ഞാൻ ഈ പ്രൊഡക്റ്റ് യൂസ് ചെയ്തിട്ട് എനിക്ക് തോന്നിയ ഒരു എക്സ്പീരിയൻസ് എന്തൊക്കെയാണെന്ന് പറയാം. അത് തന്നെ പോസിറ്റീവ് പറയാം, അതെങ്കിൽ ഇച്ചിരി നെഗറ്റീവ് പറയാം. പോസിറ്റീവ് സൈഡായിട്ട് പറയാനായിട്ടാണെങ്കിൽ ഫസ്റ്റ് തന്നെ നമ്മൾ സൺസ്ക്രീൻ ഉപയോഗിക്കാൻ മടിക്കുന്ന ഒരു മെയിൻ റീസൺ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒന്നെങ്കിൽ ഭയങ്കര ഹെവി ആയിട്ട് നമ്മുടെ സ്കിന്നിന് ഭയങ്കരമായിട്ട് തോന്നും. ഒന്നാമത്തെ കാര്യം അതാണ്. രണ്ടാമത്തെ കാര്യം ഭയങ്കരമായിട്ട് വൈറ്റ് കാസ്റ്റ് വരും, അല്ലെങ്കിൽ ഓയിലി ആക്കും. ഈ 3 റീസണും കൊണ്ടാണ് മിക്കവരും സൺസ്ക്രീൻ അവോയ്ഡ് ചെയ്യാൻ കാരണം. അപ്പോൾ ഈ 3 കാര്യങ്ങളും ഇല്ലാത്തൊരു സൺസ്ക്രീനാണ് ഇത്. അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള കാര്യം. ഫസ്റ്റ് തിങ്, വൈറ്റ് കാസ്റ്റ് ഒട്ടും തന്നെ ഇല്ല. നമ്മൾ ഫസ്റ്റ് സ്കിന്നിലോട്ട് ഇങ്ങനെ അപ്ലൈ ചെയ്തൊന്ന് മസാജ് ചെയ്യുമ്പോൾ ജസ്റ്റ് ഒരു വൈറ്റ് കാസ്റ്റ് പോലെ വരും, അപ്പോൾ തന്നെ അത് മാറുകയും ചെയ്യും. സെക്കൻഡ് തിങ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ സ്കിന്നിൽ ഭയങ്കരമായിട്ട് വെയ്റ്റ്ലെസ് ആയി തോന്നും. അതെന്ന് വെച്ചാൽ നമുക്കൊരു സൺസ്ക്രീൻ ഇട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ഇതിൻ്റെ മേലിലേക്ക് നമ്മളിനി മേക്കപ്പ് ഇടാൻ പോവുകയാണെങ്കിൽ ഭയങ്കര ഹെവിനെസ് തോന്നുന്നത് ഒട്ടും തന്നെ ഇല്ല. അപ്പോൾ തന്നെ ഒരു നോർമൽ മോയ്സ്ചറൈസർ ഇടില്ലേ, ആ ഒരു ഫീലിങ്സ് എന്നൊക്കെ പറയണമെങ്കിൽ പറയാം. ആ ഒരു ഫീലിങ്സേ ഇതിനുള്ളൂ കേട്ടോ. പിന്നെ ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്. ഇതെന്ന് പറയുന്ന ഒരു ഗ്ലോയി സൺസ്ക്രീനാണ്, ഒരു ഡ്യൂയി ഗ്ലോയി ഫിനിഷുള്ള സൺസ്ക്രീനാണെന്ന് അതിനകത്ത് എടുത്തു പറഞ്ഞിട്ടുണ്ട്. അതായത് നമുക്ക് പുറത്തിറങ്ങുമ്പോൾ ഒരു തിളക്കം, നമ്മുടെ സ്കിന്നിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു ബ്രൈറ്റ്നസ് അല്ല, ഒരു തിളക്കം തോന്നാൻ വേണ്ടിയിട്ട് ഇത് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇപ്പോൾ ഭയങ്കര ഡ്രൈ സ്കിന്നാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്കിത് ധൈര്യമായിട്ട് പർച്ചേസ് ചെയ്യാം. കാരണം ഒരു ഹൈഡ്രേറ്റ് ചെയ്ത് നമ്മൾ ഒട്ടും തന്നെ സ്കിൻ ഡ്രൈ ആക്കത്തില്ല, ഒട്ടും തന്നെ ഓയിലി ആക്കത്തില്ല. പിന്നെ ഒലിച്ചിറങ്ങുന്ന ആ ഒരു ടെൻഡൻസി ഇതിനില്ല. അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അല്ലെങ്കിൽ ക്രീമി ഫോമിൽ അപ്ലൈ ചെയ്യുന്ന സാധനങ്ങളൊക്കെ വെയിലത്തിറങ്ങുമ്പം ഒലിച്ചിറങ്ങാൻ ഭയങ്കര ടെൻഡൻസി ഉണ്ട്. അത് ഒട്ടും തന്നെ ഈ സൺസ്ക്രീൻ ഇല്ല കേട്ടോ. അപ്പോൾ എനിക്ക് ഇതിൻ്റെ പോസിറ്റീവ് സൈഡായിട്ട് ഇത്രയൊക്കെ കാര്യങ്ങളാണ് തോന്നിയത്. പിന്നെ ഏതെങ്കിലും കാര്യങ്ങൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ അടിയിൽ കമൻറ്റ് ബോക്സിൽ കൊടുത്തിരിക്കാം കേട്ടോ. ഇനി എനിക്ക് ഈ സൺസ്ക്രീനിൽ ഒരു ഇച്ചിരി പ്രശ്നങ്ങളായിട്ട് തോന്നിയ കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം. ഫസ്റ്റ് തന്നെ പറയാനുള്ളത്, എൻ്റെ സ്കിൻ ടൈപ്പ് എന്ന് പറഞ്ഞാൽ നോർമൽ ടു ഒരു ഡ്രൈ സ്കിന്നിലോട്ട് പോകുന്ന സ്കിന്നാണ്. എന്നുവെച്ചാൽ കാലാവസ്ഥയൊക്കെ മാറുമ്പോൾ ഡ്രൈ സ്കിന്നിലോട്ട് പോകും. അല്ലെങ്കിൽ എൻ്റെ സ്കിൻ നോർമലായിട്ടാണ് ഇരിക്കുക, ഒട്ടും ഓയിലി ആക്കാറില്ല, ഒട്ടും ഡ്രൈ ആക്കാറില്ല. എങ്ങനെയാണ് ഇരിക്കുക അതുപോലെ തന്നെ, അങ്ങനെയാണ് എൻ്റെ സ്കിൻ ഉണ്ടായിരിക്കുക. ഇപ്പം ഞാനത് യൂസ് ചെയ്തിട്ട് ഒരു ഹാഫ് അവറൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും കുറച്ചുകൂടി ഒന്ന് ഓയിലി ആക്കുന്നു. അതായത് ഗ്ലോ അല്ലാതെ തന്നെ എൻ്റെ സ്കിന്നിനെ ഒന്ന് ഓയിലി ആക്കുന്നുണ്ട് ഈ സൺസ്ക്രീൻ. അതെനിക്ക് തീരെ ഇഷ്ടപ്പെടാത്തൊരു കാര്യമായിട്ട് തോന്നി. പിന്നെ അത് മാത്രമല്ല, കുറച്ച് പൗഡർ എന്തെങ്കിലും ഇട്ടിട്ടുണ്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രശ്നമില്ല. പക്ഷെ അല്ലാതെ വെറുതെ ഇങ്ങനെ അത് മാത്രം ഇട്ട് അപ്ലൈ ചെയ്ത് ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ അതൊരു ഓയിലി ആക്കുന്നുണ്ട്, ഒരു ഓയിലി ആക്കാനുള്ള ടെൻഡൻസി കാണിക്കുന്നുണ്ട്. അത് മാത്രമല്ല, ഞാൻ എല്ലാ സമയത്തും ഇങ്ങനെ ഒരു ഡ്യൂയി ഫിനിഷ് ഇഷ്ടപ്പെടുന്നവരല്ല. കാരണം ഒരു ഗ്ലോ ഒന്നും എനിക്ക് എപ്പോഴും ഉള്ളത് ഇഷ്ടമല്ല. കാരണം നമ്മൾ പെട്ടെന്ന് കോളേജിലൊക്കെ പോവുകയാണെങ്കിൽ അതെനിക്കൊരു ബുദ്ധിമുട്ടായിട്ടാണ് തോന്നുന്നത്. ബസ്സൊക്കെ കയറി പോകുന്ന ഒരാളാണെങ്കിൽ എപ്പോഴും ഇങ്ങനെ തിളങ്ങിക്കൊണ്ടിരിക്കുക, എന്ത് കാറ്റൊക്കെ അടിച്ച് പൗഡറൊക്കെ ആണെങ്കിലും ഹെയറൊക്കെ ആണെങ്കിലും നമ്മുടെ സ്കിന്നിൽ കൂടി ഇങ്ങനെ പിടിക്കുന്ന ഒരു ഫീലിങ്സ് ഉണ്ട്. അതുകൊണ്ട് എനിക്ക് ഡ്യൂയി അത്ര ഇഷ്ടമല്ല. അതിൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് അല്ലാത്തതുകൊണ്ടായിരിക്കാം എനിക്കത് അത്ര ഇഷ്ടപ്പെടാത്തത്. അതൊരു കാര്യം തന്നെയാണ് കേട്ടോ. ഇപ്പോൾ നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു കാര്യം ഇഷ്ടമില്ലാത്ത ആളാണെങ്കിൽ ഇത് മേടിക്കാതിരിക്കുകയാണ് നല്ലത്. ഒരു ഡ്യൂയി അല്ലെങ്കിൽ ഗ്ലോയി ഫിനിഷ് ഇഷ്ടമല്ല, നിങ്ങൾക്ക് ഒരു മാറ്റാണ് എപ്പോഴും വേണ്ടത് എങ്കിൽ ഇത് മേടിക്കാതിരിക്കുകയാണ് നല്ലത്. ഇനി എടുത്ത് പറയാനായിട്ടാണെങ്കിൽ ഇത് ഏത് സ്കിൻ ടൈപ്പിനാണെന്ന് കറക്റ്റായിട്ട് കൊടുത്തിട്ടില്ല. ഞാൻ ബോട്ടിൽ ഇപ്പം എൻ്റെ കയ്യിലുള്ള കവറിനകത്ത് കൊണ്ടുവരുന്നതെന്നും ഞാൻ മറന്നുപോയി. പക്ഷേ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്, നിങ്ങളൊരു ഡ്രൈ സ്കിൻ ആണെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ട്രൈ ചെയ്യാം. കോമ്പിനേഷൻ ആണെങ്കിലും നിങ്ങൾക്ക് ട്രൈ ചെയ്യാമെന്ന് എനിക്ക് തോന്നുന്നു. നോർമൽ ടു ഡ്രൈ ആയ എൻ്റെ സ്കിന്നെ ഓയിലി ആക്കുമ്പോൾ ഒരു ഓയിലി സ്കിന്നെ നന്നായിട്ട് ഓയിലി സ്കിന്നാക്കും എന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഇപ്പം എന്ത് പറഞ്ഞു.
ഞാൻ പറഞ്ഞു വന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഓയിലി സ്കിന്നുകാർ ഇത് മേടിക്കേണ്ട, നിങ്ങൾക്കിത് ചേരത്തില്ല. കാരണം നന്നായിട്ട് ഓയിലി ആക്കും. അതുമല്ല ഇതിനൊരു ഗ്ലോയി ഫിനിഷാണ്. ഇപ്പം നിങ്ങൾ ഓൾറെഡി ഓയിലി ആണെങ്കിൽ നിങ്ങൾ ഇതിട്ട് കഴിയുമ്പോൾ കുറച്ചുകൂടി നിങ്ങളെ ഒന്ന് ഗ്ലോ ആക്കുന്ന രീതിയിൽ ഒന്ന് ഓയിലിയാക്കി കാണിക്കും. അപ്പം അത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാവും എന്ന് എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ. അപ്പം നിങ്ങളൊരു ഓയിലി സ്കിന്നാണെങ്കിൽ ഇത് മേടിക്കാതിരിക്കാൻ നല്ലത്. ഇത് ബാക്കി എല്ലാം കൊണ്ടും അടിപൊളിയാണ്, പക്ഷേ ഇതൊരു ഗ്ലോയി ഫിനിഷ് ആയതുകൊണ്ട് തന്നെ ഓയിലി സ്കിന്നുകാർക്ക് ഇത് മാച്ച് ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കുറച്ച് പിമ്പിൾസ് ഒക്കെ വരാൻ ചാൻസ് ഉണ്ടെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് കേട്ടോ. പിന്നെ അക്വാലോജിക്കയുടെ മിക്ക പ്രോഡക്റ്റ് ഞാൻ എടുത്തു നോക്കിയപ്പോൾ അതിനകത്ത് കൊടുത്തിരിക്കുന്ന ഡൂയി ഗ്ലോയി ഫിനിഷ് എന്നൊക്കെയാണ്. കാരണം എല്ലാ പ്രോഡക്റ്റും തന്നെ ആ ഒരു ടൈപ്പിലാണ് പ്രൊഡക്റ്റ് ഇറക്കുന്നത്. ഒരു കുറച്ച് മാറ്റായിട്ടുള്ള പ്രൊഡക്റ്റ് ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. ഓയിലി സ്കിന്നുകാർക്ക് നല്ലതായിരിക്കും, അല്ലെങ്കിൽ എന്നെ പോലുള്ള സ്കിന്നുകാർക്കും നല്ലതായിരിക്കും ഞാൻ വിചാരിക്കണു. ഇത് പിന്നെ ഒരു ഗ്ലോയി ഫിനിഷാണ്. നിങ്ങൾക്ക് ഇത് ഭയങ്കര ഇഷ്ടമാണ്, ഒരു ഗ്ലോയി ഫിനിഷൊക്കെ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ട്രൈ ചെയ്യാം. പിന്നെ ഡ്രൈ സ്കിന്നുകാർക്ക് ബെസ്റ്റ് ആണെന്ന് പറയാൻ കാരണം നിങ്ങൾക്കൊരു ഡ്രൈനെസ് ഒന്നും ഫീൽ ചെയ്യാതെ ഓയിലി ഒന്നും ആക്കാതെ നിങ്ങളെ നല്ല പെർഫെക്റ്റ് ആക്കി വെക്കുമെന്ന് എനിക്ക് തോന്നി. പിന്നെ ഉടൻ തന്നെ ഡ്രൈ ആക്കുന്നില്ല കേട്ടോ സ്കിന്നിനെ, ഇതൊരു ഹൈഡ്രേറ്റ് നിർത്തുന്നുണ്ട്, അത് പ്രത്യേകമായിട്ട് എടുത്ത് പറയണം. അപ്പോൾ ഏതായാലും എനിക്ക് സൺസ്ക്രീനെ കുറിച്ച് പറയാനായിട്ട് ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.